ദീപയടി വിവാദങ്ങളും എല്ലാം കെട്ടടങ്ങിയ ശേഷം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമായി രംഗത്തെത്തിയിരിക്കുകയാണ് ദീപ നിശാന്ത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന രമ്യ ഹരിദാസിനെ പിന്തുണച്ച് അനിൽ അക്കരെ MLA ഫേസ്ബുക്കിലിട്ട പോസ്റ്റിനെ വിമർശിച്ചാണ് ഇത്തവണ ദീപ നിശാന്ത് രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. രമ്യ ഹരിദാസ് താണ്ടേണ്ടി വന്ന എല്ലാ കനൽ വഴികളെയും കുറിച്ച് വിവരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്നും എന്നാൽ മാളികപ്പുറത്തമ്മയാകലാണ് രമ്യ ഹരിദാസിന്റെ ലക്ഷ്യമെന്ന് വിശദീകരിക്കുന്നത് അത്ര പന്തിയല്ലെന്നാണ് ദീപ നിശാന്ത് ഇപ്പോൾ പറയുന്നത്. ഇവിടെ നടക്കുന്നത് അമ്പല കമ്മിറ്റി തെരഞ്ഞെടുപ്പല്ലെന്നും അത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണെന്നും ജനാധിപത്യ പ്രക്രിയയാണെന്നും ദീപ നിശാന്ത് പറയുന്നു. ലോക്സഭയിലേക്ക് ആലത്തൂരിൽ നിന്നുള്ള UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനായി വോട്ട് അഭ്യർത്ഥിച്ച് സോഷ്യൽ മീഡിയയിൽ അനിൽ അക്കരെ എഴുതിയ വാചകങ്ങളെ വിമർശിച്ച് അധ്യാപികയും എഴുത്തുകാരിയുമായ ദീപ നിശാന്ത്. രമ്യ ഹരിദാസ് ജീവിതത്തിൽ താണ്ടേണ്ടി വന്ന കനൽ വഴികളെക്കുറിച്ച് വിവരിക്കുന്നതിൽ തെറ്റില്ലെന്നും പക്ഷേ വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ മാളികപ്പുറത്തമ്മയാകലാണ് ജീവിത ലക്ഷ്യമെന്ന പ്രഖ്യാപനം നടത്തുമ്പോൾ ഇവിടെ നടക്കുന്നത് പൗരസംരക്ഷണത്തിനും നിയമനിർമ്മാണത്തിനും സദാ ജാഗരൂകരാകേണ്ട വ്യക്തികളെ തിരഞ്ഞെടുക്കുന്ന ജനാധിപത്യ പ്രക്രിയയാണെന്ന് ഓർക്കണമെന്ന് ദീപ നിശാന്ത് ഓർമ്മിപ്പിക്കുന്നു. റിയാലിറ്റി ഷോയിലേതുപോലെ അല്ലാത്ത അമ്പല കമ്മിറ്റി തിരഞ്ഞെടുപ്പോ അല്ല നടക്കുന്നതെന്ന സാമാന്യബോധം വോട്ടഭ്യർത്ഥന നടത്തുന്നവർ പുലർത്തണമെന്നും ദീപ നിശാന്ത് അനിൽ അക്കര MLA വിമർശിച്ചുകൊണ്ട് എഴുതുന്നു. ആലത്തൂർ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള വോട്ടഭ്യർത്ഥനയാണ്. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ പേജിലാണ് ആദ്യം ചിത്രം. ഫണ്ട് ശേഖരണത്തിലുള്ള പരസ്യവാക്യം ശ്രദ്ധിക്കുക. രമ്യ തിരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭയിലെത്തുന്ന ആദ്യത്തെ ദളിത് വനിതാ MLA ആവും എന്നാണ് അവകാശവാദം. ദീർഘകാലം കേരള നിയമസഭാംഗവും 8ാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറുമായിരുന്ന ഭാർഗവി തങ്കപ്പൻ 1971 പൊതു തിരഞ്ഞെടുപ്പിൽ അടൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ MP ആയി ലോക്സഭയിലെത്തിയ ചരിത്രം മറന്നിട്ടുണ്ടാകണമെന്നും ദീപ തൻ്റെ ഫേസ്ബുക്കിലൂടെ പറയുന്നു. രണ്ടാമത്തെ ചിത്രം ഷെയർ ചെയ്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട MLA ശ്രീ അനിൽ അക്കരെയാണ്. തങ്ങളുടെ സ്ഥാനാർത്ഥി കടന്നു പോകുന്ന ജീവിതത്തിലെ വേനൽ വിധാനങ്ങളും കനൽ വഴികളും പറഞ്ഞ് വോട്ട് അഭ്യർത്ഥിക്കുന്നതിൽ തെറ്റില്ലെന്നും മാളികപ്പുറത്തമ്മയാകലെന്ന് ജീവിത ലക്ഷ്യമെന്ന പ്രഖ്യാപനവും നന്നായിട്ടുണ്ടെന്നും ദീപ നിശാന്ത് വിമർശിക്കുന്നു.